നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്, ചിലർ എൻ്റെ റീഡിങ്ങിന് എടുക്കാൻ വരുമ്പോൾ അവർ പറയാറുണ്ട്, ഏത് റിലേഷൻഷിപ്പിൽ പോയാലും പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് അതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതുവരെയുള്ള റിലേഷൻഷിപ്പുകളിൽ പലർക്കും പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? അപ്പോ പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത് കേട്ടോ. അപ്പോ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭവാനി, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. എന്താണ് ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ അറിയേണ്ടത് റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച്? അത് സ്നേഹബന്ധമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോ എന്താണ് നിങ്ങൾ അറിയേണ്ടത്? ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, വേറെ കാർഡ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ ഈ ഒരു കാർഡ് എന്താ പറയുന്നത് വെച്ചാല്, നിങ്ങളുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമുക്ക് നമ്മളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനല്ല ചെയ്തത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ശരിയാവണമെന്നില്ല. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത്, ആദ്യം നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുക. ഞാൻ തെറ്റ് ചെയ്തു, ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ തെറ്റുകള് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പലരുടെ എനർജി ആണ്, ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. റിലേഷൻഷിപ്പുകളിൽ കയറുമ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയുള്ളതായിരിക്കും? റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയുള്ളതായിരിക്കും? ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, പക്ഷേ ഫുൾ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇൻവോൾവ് ആവുമെന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഈ ഇത് മജീഷ്യന്റെ കാർഡാണ്. മജീഷ്യന്റെ കാർഡ് എന്ന് പറയുമ്പോൾ കൺകെട്ട് വിദ്യക്കാരനാണ് മജീഷ്യൻ. നമ്മള് മാജിക്കുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മാജിക് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലെ? മജീഷ്യൻസ്. അത് കഴിയുമ്പോൾ, മാജിക് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ മാജിക്കിന്റെ ആ ഒരു പ്രഭാവം ഉള്ളത്രയും സമയം നമ്മളൊരു മായിക ലോകത്തായിരിക്കും. ഭയങ്കര സന്തോഷം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു അവര്. അത് കഴിഞ്ഞ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ണടച്ച ആളുകളെ വിശ്വസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാം ശരിയാണ്, എല്ലാവരും നല്ലവരാണെന്ന വിശ്വാസത്തിലാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുക. വേറൊരു നിങ്ങളുടെ സൈഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഫ്യൂച്ചറിൽ എന്താണ് വരുന്നതെന്ന് എനിക്കറിയില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാനത് ശരിയാക്കി എടുക്കും, ഞാൻ ഇതിൽ നിന്ന് എന്തായാലും സക്സസ്ഫുൾ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് ചാടും, ലോങ് ടേം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരുണ്ട്. ഇത് ജെമിനായി സോഡിയാക് സൈൻ ആണ്. പിന്നെ വന്നത് ഏരീസ് സോഡിയാക് സൈൻ ആണ്. ഏരീസ് സോഡിയാക് സൈൻ എന്ന് പറഞ്ഞാൽ വളരെ കൺട്രോളിങ് ആയിട്ടുള്ള, ഇവിടുത്തെ എംപറർ ആണ് വന്നിരിക്കുന്നത്. വളരെ കൺട്രോളിങ് ആയിട്ടുള്ള,
ഞാൻ ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യും എന്ന ഒരു ചിന്തയിൽ വന്ന് നിങ്ങൾ ചെന്ന് കയറാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് എനർജിയിൽ, ഒന്ന് ജെമിനായി എനർജി, മജിഷ്യന്റെ എനർജിയിൽ കൺകെട്ട് വിദ്യ എന്നും ആളുകളെ പറ്റിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുമോ? അറിയില്ല എനിക്ക്. അതാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്തത് കാണിക്കുന്ന എംപററുടെ എനർജിയിൽ നിങ്ങൾ ചെന്ന് കയറുന്നു എന്ന് പറയുന്നുണ്ട്. എംപററുടെ എനർജി എന്ന് പറയുമ്പോൾ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, ഞാനാണ് ബെസ്റ്റ്, ഞാൻ അങ്ങനെ ഇപ്പൊ കുറച്ച് പൊങ്ങച്ചമൊക്കെ ഉള്ള, എന്റെ ഫാമിലി ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറച്ച് പൊങ്ങച്ചമുള്ളത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത്, മൂന്നാമത്തെ കാർഡില് 3 പേരുടെ എനർജി ആയിരിക്കാം ഇത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നല്ല ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 പേരുടെ എനർജിയാണ്. ഒരാള് റിലേഷൻഷിപ്പിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല, പുറത്തൊക്കെ നിന്ന് അത് സമയം ബോറടിക്കും പെട്ടെന്ന്. അപ്പൊ പുറത്തൊക്കെ നിന്നിട്ട് എല്ലാ കാര്യം ഓക്കെ, ഇത്രയും രസമുണ്ട്, എണ്ണത്ര സമയം കൊള്ളായിരുന്നു, ഇനി എനിക്ക് സമയമില്ല, എനിക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരാള്. രണ്ടാമത്തെ ആള് ഇവിടെ എനിക്ക് എല്ലാത്തിലും എനിക്ക് മുൻഗണന വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്, വേറെ ആരുമായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാള്. മൂന്നാമത്തെ ആള് ഒരു സ്റ്റേബിൾ ആയ റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത്, വളരെ മെച്യൂർഡ് ആയ ഒരു എനർജി, ദീർഘവീക്ഷണമുള്ള ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. അപ്പൊ ഒരാള് റിലേഷൻഷിപ്പിന് വേണ്ടി റിലേഷൻഷിപ്പിലേക്ക് കയറുന്നു, മറ്റേയാൾ ഉണ്ടെങ്കിൽ അയാളെ കൺട്രോൾ ചെയ്ത് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാള്, അപ്പൊ മിക്കവാറും പണിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിരിക്കാം രണ്ടാമത് എംപററിൻ്റെത് കണ്ടത്. ആദ്യത്തെ എനർജി പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, എത്ര നാള് സന്തോഷമുണ്ടോ അത്രയും നാളെ ഞാൻ അവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ സ്ഥലം വിടും. ഈ 3 എനർജിയാണ്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. എർത്ത് സൈൻസ് പൊതുവെ സ്റ്റേബിൾ ആണ്. അവര് റിലേഷൻഷിപ്പിൽ ഫ്ലോട്ട് ചെയ്യുമെങ്കിലും, എല്ലാവരുമല്ല ചിലരെങ്കിലും, എർത്ത് സയൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും പല ബന്ധങ്ങൾ ഉണ്ടാവുന്നവരാണ്. പക്ഷെ ലീഗൽ റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. വിവാഹം കഴിക്കുന്നവര്, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് വളരെയധികം സീരിയസ് ആയിട്ട് കാണുന്ന, റെസ്പോൺസിബിൾ ആയിട്ട് കാണുന്ന ഒരു എനർജിയാണ് എർത്ത് സയൻസ്. ഓൾറൈറ്റ്. അവർക്ക് പക്ഷെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ 3 എനർജീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏതാണെന്ന് എനിക്ക് അറിയില്ല. എന്താണ് നിങ്ങളുടെ അനുഭവം? റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ അനുഭവം? ഈ ഒന്നാമത്തെ 3 കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വ്യക്തിയുടെ അനുഭവം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി ഡിസെപ്ഷൻ, എന്ന് പറഞ്ഞാൽ പറ്റിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോ ഈ വ്യക്തി സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കാറില്ല എന്നാണ് പറഞ്ഞത്. സ്വന്തം ആവശ്യത്തിന് കുറച്ച് സെൽഫിഷ് ആയ ഒരു എനർജിയാണ് ഈ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ആദ്യത്തെ എനർജിയിലുള്ള ആള് കുറച്ചൊരു കള്ളത്തരമുള്ള ഒരാളാണെന്ന് പറയുന്നത്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൺകെട്ട് വിദ്യക്കാരനാണ്, മജീഷ്യൻ ആണ്. അത്രയും സമയം വളരെ ഹാപ്പിയാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കുന്നവര് റിയാലിറ്റിയിലേക്ക് വരും. കാരണം നിങ്ങൾ അപ്പോഴേക്കും മുങ്ങിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പൊ ലോങ് ടേം പ്ലാൻ ഇല്ലാത്ത ഒരു എനർജിയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് സ്വന്തം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ആദ്യമൊക്കെ നല്ല രസമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുമായിട്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ തോന്നിയ പോലെ പെരുമാറും. അവർക്ക് അത്ര ഇമ്പോർട്ടൻസ്, ആദ്യം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, അത് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കാതെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. റിലേഷൻഷിപ്പിനെ റെസ്പെക്ട് ചെയ്യാത്ത, റിലേഷൻഷിപ്പിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ അനുഭവം റിലേഷൻഷിപ്പിൽ. രണ്ടാമത്തെ എനർജിയിലുള്ള നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കും, പല ചോയ്സ് വെച്ചിട്ട് അവസാനം നിങ്ങൾ കുറച്ച് സമയം എടുക്കും തീരുമാനിക്കാനായിട്ട്. നിങ്ങൾ അവസാനം ഒരു തീരുമാനം എടുക്കും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരേ സമയം 2-3 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ചോയ്സ് എടുക്കുന്ന ഒരു എനർജിയാണ്. ഫൈനലി നിങ്ങൾ ഒരു ചോയ്സ് എടുക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സാധാരണ ഒരു അനുഭവം. അപ്പോ സമയമെടുത്ത് ഡിസൈഡ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ പലരുടെയും
പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവസാനം ഒരാളെ ചൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പ്ലാനിങ്ങോട് കൂടെ മുമ്പോട്ട് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അനുഭവം. അപ്പൊ ഒരേ സമയം പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരാളാണെന്നാണ് രണ്ടാമത്തെ കാർഡിന്റെ ഇത് കാണിക്കുന്നത്. മൂന്നാമത്തെ 10 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആണ്, എല്ലാ തരത്തിലുമുള്ള സ്റ്റെബിലിറ്റി. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഇതൊരു ഫ്യൂച്ചർ വേണം, ഈ റിലേഷൻഷിപ്പില് സമാധാനം വേണം, സന്തോഷം വേണം, കുട്ടികൾ വേണം, ഫാമിലി വേണം, ഇഷ്ടംപോലെ പണം വേണം, പ്രശസ്തി വേണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങൾക്ക് അത് നിങ്ങൾ പ്രതീക്ഷിച്ച് കയറുമെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, പലരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്, ഫ്യൂച്ചർ വേണം, ആരുമായിട്ട് നിങ്ങൾ പലരുമായിട്ട് ബന്ധം വെക്കുന്ന ഒരാളല്ല, മനസ്സിലായോ? ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പിൽ കയറുമ്പോഴും അവിടെ ഫ്യൂച്ചർ വേണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ കയറുന്നത്. പക്ഷേ നിങ്ങളുടെ അനുഭവം, ഇതുവരെയുള്ള അനുഭവം, നിങ്ങൾ സ്നേഹിച്ചവരെല്ലാം നിങ്ങളെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചൊരു റിലേഷൻഷിപ്പുകളെ കുറിച്ച് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉള്ള ആളല്ല. കാരണം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ റെഡി ആയിട്ടും നിങ്ങൾക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ ജെമിനായി, ഏരീസ്, വേറെ സ്ട്രോങ് ആയിട്ടുള്ള ഇതൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത്? ഈ ഒന്നാമത്തെ റീഡിങ്ങിന്റെ ഇതിൽ കാണിക്കുന്നത്, ഒന്നാമത്തെ എനർജിക്ക് നിങ്ങൾ കൂടുതലും സെലിബ്രേറ്റ്, ജീവൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനാണ് കൂടുതൽ നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് എവിടെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാതെയാണ് റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്നത് വെച്ചാല് ഉള്ള സമയം, അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഉള്ള സമയം സന്തോഷമായിട്ട് ഇന്നത്തേക്ക് ജീവിക്കുന്നവര് നാളെ എന്താന്ന് അറിയില്ല, നാളെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല, എനിക്ക് ഇന്ന് മതി. അപ്പൊ ഇന്ന് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, ഇത് പോകുന്നത് പോലെ പോട്ടെ, നാളെ എന്ത് വേണേ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് സന്തോഷം, നിങ്ങളുടെ സന്തോഷം, കുറച്ച് സെൽഫിഷ് ആയ നിങ്ങളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത്. റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാകുന്നത്, അതുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോഴേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്, മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവരുടെ മാനസികാവസ്ഥ, അവർക്ക് വരുന്ന മനോവേദന, മനസ്സിലായി, അതൊന്നും നിങ്ങൾ അന്വേഷിക്കാറില്ല. കാരണം നിങ്ങൾ സ്വന്തം ഇഷ്ടം മാത്രം, സ്വന്തം സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അത് അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോ, അവര് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ, അതുമല്ല നിങ്ങൾ പെട്ടെന്ന് ബോറടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളുടെ സന്തോഷം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പില് സക്സസ് കിട്ടാത്തതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ സക്സസ് ആവാത്തതെന്ന് നോക്കുമ്പോൾ, നിങ്ങള് കൺട്രോളിങ് എനർജി ആണെന്ന് ആദ്യമേ പറഞ്ഞു, അത് തന്നെ എവിടെയും കാണിക്കുന്നത്. നിങ്ങള് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശാഠ്യം വെച്ചിട്ടാണ്, മറ്റുള്ളവരുടെ ഒപ്പീനിയന് വില കൊടുക്കുന്നില്ല, മറ്റുള്ളവരുടെ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണം. അപ്പൊ കുറച്ച് ശാഠ്യമുള്ള ആളാവുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവര് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അവര് എതിർക്കാൻ തുടങ്ങും. ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. ഇതൊരു ചാരിയറ്റ് എന്ന് പറഞ്ഞ ഒരു തേരാണ്. തേര് മുമ്പ് ഇപ്പൊ ഒരു കാളെ പൂട്ടിയ ഒരു വണ്ടിയാണെങ്കിൽ ഒരു കാള ഇങ്ങോട്ടും ഒരു കാള ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എവിടെയും എത്തില്ല, മിക്കവാറും നിന്നെടുത്ത് തന്നെ നിൽക്കും. അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് നിങ്ങൾ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഹെഡ്ലോങ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് ചാടുകയാണ്, മുൻപിൻ ചിന്തിക്കാതെയാണ് ചാടുന്നത്. ബന്ധങ്ങളില് ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ അയാളുടെ കൂടെ സെറ്റിൽ ഡൗൺ ആകാൻ ആഗ്രഹിക്കുന്നു, അയാൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും നല്ല, കാണാൻ മോശമില്ലാത്ത, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാള്, എന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്, അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടപ്പെടും എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങള്
വേറൊരു ചിന്തയില്ല നിങ്ങൾക്ക് ആകെ നിങ്ങൾ എന്നൊരു ചിന്തയേ ഉള്ളൂ. ഞാൻ ബെസ്റ്റ് ആണ്, എല്ലാത്തിലും ബെസ്റ്റ് ആണ്, എന്നെ പോലത്തെ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കാത്ത ആരാണ്, എന്നെ പോലത്തെ ഒരു ഭാര്യയെ ആഗ്രഹിക്കാത്ത ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒന്ന് നിന്ന് ആലോചിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്നും തെറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് പണിയാവും. അത് നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തന്നാലും നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ തെറ്റേ ചെയ്യുന്നില്ല, അത്ര പെർഫെക്റ്റ് ആയ ഒരു എനർജി ആണെന്നാണ് നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും സക്സസ്ഫുൾ ആകാത്തത് നിങ്ങൾ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ആൾക്കാരുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടേത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, വളരെ സ്റ്റേബിൾ ആയ റിലേഷൻഷിപ്പ് വേണം, അങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കാറില്ല. മനസ്സിലായോ? നിങ്ങൾ ഭയങ്കര ഡിലേ ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ആളാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അയാളുമായിട്ട് അടുത്ത് പരിചയപ്പെടുന്നു, പക്ഷെ നിങ്ങൾ ഒരിക്കലും അയാളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നില്ല, അവർക്ക് വാക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ക്ഷമയുണ്ട്, പക്ഷെ നിങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അത്രയും ക്ഷമയുണ്ടാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ അഗാധമായിട്ട് സ്നേഹിക്കുന്നവര് നിങ്ങളുടെ ഈ കുറച്ച് മെല്ലെപ്പോക്ക് നയം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. കാരണം 1 വർഷം 2 വർഷമായിട്ടും നിങ്ങൾ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ഇവർക്ക് സീരിയസ് ആയിട്ട് സമയം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഡൗട്ട് ആവുന്നു, ഇത് നല്ല ഉദ്ദേശത്തിലാണോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടും നിങ്ങൾ മെല്ലെപ്പോക്ക് നയം ചെയ്യുന്നത് കൊണ്ടുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തത് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് കാര്യം എന്നറിയാം, നമ്മളുടെ സെയിം മെന്റാലിറ്റി ഉള്ളവരെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് എല്ലാവരും ചെയ്യുന്നത് ശരിയാണ്, മനസ്സിലായോ? പക്ഷേ അതേ സ്വഭാവം ഇല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നും. അപ്പോഴാണ് പ്രശ്നം വരിക. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വഭാവവുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതിരിക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളുടെ അതേ ഏകദേശം സ്വഭാവ ഗുണമുള്ള ഒരാളെ നമ്മൾ എന്നാണോ കണ്ടുപിടിക്കുക അന്നാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ പോകുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ തന്നെ തള്ളി നീക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക് മിക്കവാറും നമ്മളുടെ നാട്ടില് അറേഞ്ച്ഡ് മാരേജ് ആണ്, ലവ് റിലേഷൻഷിപ്പ് ഇല്ലാത്തവര് വീട്ടുകാർ കണ്ടുപിടിക്കും ആരെങ്കിലും, അങ്ങനെ കല്യാണം കഴിക്കുന്നവരാണ് നമ്മള്. അപ്പോ ചില സമയത്ത് നമുക്ക് ഒത്തുകിട്ടും, ജാതകം എല്ലാം നോക്കി, അല്ലെങ്കിൽ വീട്ടുകാര് അവന്റെ അതേ സ്വഭാവം, ഏകദേശം അതേ സ്വഭാവമാണ് ആ പെൺകൊച്ചിന്, അപ്പൊ രണ്ടുപേരും ചേരും, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഏകദേശം രണ്ടുപേരുടെ ഒരുപോലെയാണ്, ഒരേ ടേസ്റ്റ് ആണ് രണ്ടുപേർക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ആള് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതുവരെ റിലേഷൻഷിപ്പിന് വേണ്ടി ആളെ തപ്പിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പോ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ 3 കാർഡുകളാണ് ഇവിടെ വന്നത്, 4 കാർഡുകളാണ്. അപ്പൊ നിങ്ങളോട് പൊതുവെ ഒരു അഡ്വൈസ് ആണ് യൂണിവേഴ്സ് തരുന്നത്, ഒരു ഗൈഡൻസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ വിട്ടിട്ട്, നിങ്ങളുടെ വീക്ഷണം വിട്ടിട്ട് മറ്റുള്ളവരുടെയും കൂടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടുകാരെ നിങ്ങൾക്ക് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അവരെ അതിന് അനുവദിക്കുക. അപ്പൊ അവർക്കറിയായിരിക്കും, അമ്മയ്ക്കും അച്ഛനും ഒക്കെ മകന്റെ സ്വഭാവമോ മകളുടെ സ്വഭാവമോ അറിയുന്നവരാകുമ്പോ അതിനനുസരിച്ച് ഒരാളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇമോഷണലി കുറച്ചും കൂടെ ബാലൻസ്ഡ് ആവണം എന്ന് പറയുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പൊ എല്ലാവരും ഇമോഷണലി വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അത് വേണ്ട, നിങ്ങൾ ഇമോഷണലി ഒന്ന് ബാലൻസ്ഡ് ആവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എന്താ പറയാ, പലർക്കും പല ചിന്തകളാണ് ജീവിതത്തില്. ചിലര് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ആരൊക്കെയോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കണമെന്ന്, ഭക്ഷണം കഴിക്കണമെന്നാണ്
ബൈബിളിൽ പറയുന്നത്. എന്ന് വെച്ചാല് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം. നമ്മളുടെ സ്വന്തം അധ്വാനം കൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ പണ്ട് കർഷകരായിരുന്നല്ലോ കൂടുതൽ, അപ്പൊ അധ്വാനിച്ച് നമ്മളുടെ പാടത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ കഴിക്കണം. നമ്മളുടെ അധ്വാനം അതിന്റെ അതുകൊണ്ട് എന്താണ് കിട്ടുന്നത് അത് കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജോലി, സ്വന്തം വിയർപ്പ് ജോലി എടുത്തിട്ട് വിയർപ്പ് കൊണ്ടുള്ള ഭക്ഷണം, അത് തന്നെയാണ് ഇപ്പോഴും വാലിഡ് ആണ്. ഇപ്പൊ നമ്മള് പാടത്ത് പണിയെടുക്കുന്നില്ല, നമ്മള് AC റൂമിൽ ഇരുന്ന് പണിയെടുക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ പണിയെടുക്കണം എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മളുടെ പൈസ നമ്മൾ ഉണ്ടാക്കണം, മറ്റുള്ളവർ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് പൈസയുടെ വില അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒരു 10 രൂപയ്ക്ക് ജോലി എടുക്കാത്ത ഒരാൾക്ക് പൈസയുടെ വില അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവുന്നോ? അപ്പോ അങ്ങനെയുള്ളവര് വീട്ടുകാരുടെ പൈസ ലാവിഷ് ആയിട്ട് അടിച്ചു പൊളിക്കും. ഫ്രണ്ട്സുമായിട്ട് കറക്കം, പുറത്ത് ഹോട്ടലിൽ നിന്നുള്ള സ്ഥിരമായ ഭക്ഷണം, വസ്ത്രങ്ങൾ, പൈസ ഇല്ലാതെ ഇരിക്കുമ്പോഴും കടം വാങ്ങുകയും മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ജീവിതം ജീവിക്കുന്ന ചിലരുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് തെറ്റാണെന്ന്. അതിന് വേണ്ടിയിട്ടായിരിക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. 4ാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം, എന്നാലേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് വീഴുമെന്നാണ് പറയുന്നത്. ഒരു സ്ട്രോങ് ബേസിസ് ഇല്ലാതെ നമ്മൾ എന്ത് പടുത്തുയർത്തിയാലും, എത്ര ഭംഗിയുള്ള ബിൽഡിംഗ് ആണെങ്കിലും ബേസ് ശരിയല്ലെങ്കിൽ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പൊ അതാണ് നിങ്ങൾ ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വീക്ഷണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിലേക്ക് വേറുമ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും ആ വ്യക്തിയുമായിട്ട് ഒരു 20% അല്ലെങ്കിൽ 30% എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സോട് കൂടി വേണം നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കയറാൻ. അല്ലെങ്കിൽ ഈ പണിയെല്ലാം കിട്ടുമെന്ന്. അപ്പൊ ഇവിടെ എല്ലാവരും കുറച്ചൊക്കെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്, മനസ്സിലാക്കി പെരുമാറണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടത്തെ ഇന്നത്തെ റീഡിംഗ്. സ്കോർപിയോ, പൈസീസ്, ക്യാൻസർ, ഏരീസ്, ജെമിനി, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.